നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള IPL മാച്ചിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. മാച്ച് നടക്കാൻ പോകുന്നത് ഷാർജയിലാണ്. ഷാർജ എന്ന് കണ്ടതുകൊണ്ട് തന്നെ ബാറ്റിംഗ് പിച്ച് അല്ലെങ്കിൽ നമുക്ക് ടീം വളരെ ഈസി ആയിട്ട് ഇടാം എന്ന് വിചാരിക്കരുത്. കുറച്ചും കൂടെ റിസ്ക് ആണ് ടീം ഇടുന്നത്. ഇപ്പോൾ GL ആണെങ്കിലും SL ആണെങ്കിലും. കാരണം ഒത്തിരിയധികം ഹിറ്റേഴ്സ് ഉണ്ട്. ആരൊക്കെ വിക്കറ്റ് എടുക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഡിഫറൻഷ്യൽ പിക്സ് ആയിരിക്കും വിക്കറ്റ് എടുക്കാൻ പോകുന്നത്. മെയിൻ ബോളേഴ്സ് എല്ലാം റൺസിന് പോകും. ഈവൻ റബാഡ പോലും ഒത്തിരിയധികം അടി കൊണ്ട ഒരു പിച്ചും കൂടിയാണ്. ആ ഒരു കാര്യം മസ്റ്റായിട്ട് നോട്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു കാര്യം, അതായത് ഷാർജ പിച്ച് അല്ലയോ ബാറ്റിംഗ് അല്ലയോ എന്നുള്ള ഒരൊറ്റ മൈൻഡിൽ പോകരുത്. എല്ലാ ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ട് വേണം ടീം ഇടാനായിട്ട്. വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് ചാനലിൽ നിന്ന് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. എല്ലാം GLP അല്ലേ, GLP ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരിയധികം കമന്റ് ഉണ്ട്. ഞാൻ കൂടുതലായിട്ട് എടുത്ത് പറയുന്നൊന്നുമില്ല. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല വീഡിയോ കാണാനായിട്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എൻ്റെ ടെലിഗ്രാമിൽ ഒത്തിരി പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഗ്രൂപ്പിലാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനൽ വന്ന് നോക്കുക. ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നെഗറ്റീവ് അടിക്കരുത് എപ്പോഴും. നിങ്ങൾക്ക് പോസിറ്റീവ് ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് പറയേ വേണ്ട. എനിക്കിപ്പോൾ എന്നെ എപ്പോഴും പോസിറ്റീവ് പറയണമെന്ന് ഞാൻ ആരും പറയുന്നില്ല. പക്ഷേ നെഗറ്റീവ് മാത്രം ചൂണ്ടിക്കാണിക്കുന്നത് അത്ര നല്ല പ്രവണത അല്ല. അത് അതൊന്ന് ആലോചിച്ചാൽ മതി. അത് ഇതിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിവേ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. IPL നടക്കുന്ന ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു ഫാന്റസി ആപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് My 11 Circle ആപ്പ്. ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള റാഷിദ് ഖാൻ, സൗരവ് ഗാംഗുലി, അതുപോലെ വാട്സണുമായിട്ടൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ടീമിൽ നിന്നുമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 ഇടുക, കളിക്കുക വളരെ ഈസിയാണ്. ഇനി ദാദയുടെ ടീമുമായിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ T20 ലീഗ് കളിക്കാൻ വേണ്ടി. ദാദയുടെ ടീമിനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ദ ക്യാഷാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഓരോ ആഴ്ചയും ഒരാൾക്ക് 1 കോടി കിട്ടാനുള്ള അവസരം വേറെയുണ്ട്. പിന്നെ ഇതാണ് റീസെന്റ് നടന്ന മാച്ചസിന്റെ 1 crore വിന്നേഴ്സ്. പിന്നെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ഈസിയാണ്, സെക്യൂറുമാണ്. നമ്മുടെ ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1500 രൂപയുടെ ക്യാഷ് ബോണസ് ആണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. അതായത് ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 20% ക്യാഷ് ബാക്ക് ആണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമന്റിലും ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് IPL കളിച്ച് നേടാം. രാജസ്ഥാൻ റോയൽസ് തിരികെ അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ഷാർജയിൽ എത്തിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ഷാർജയിൽ നിന്ന് മാറി അവർ കളിക്കുന്നുണ്ടോ ആ ഒരു ടീമിൽ എല്ലാ മാച്ചും അവർ തോറ്റിട്ടുണ്ട്. അവരുടെ മൂന്നാമത്തെ മാച്ച് കളിക്കാനായിട്ട് പോവുകയാണ് അവരിവിടെ. ഇനി അവർ നെക്സ്റ്റ് 3 ഗെയിംസ് കളിച്ചത് ദുബായിലും അബുദാബിയിലാണ്. 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈലി ഫ്ലോപ്പ് ആയിരുന്നു. അല്ലാതെ ജസ്റ്റ് ഒരു രീതിയിൽ ഫ്ലോപ്പ് അല്ല, ഹൈലി ഫ്ലോപ്പ് ആയിരുന്നു. അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കണ്ടീഷൻസിനോട്. ഹാട്രിക് ഓഫ് ദ ലോസ് ആണ്. ജസ്റ്റ് 2 വിൻസ് ആണ് 5 ഗെയിംസ്. ആ 2 വിൻസും ഈ ഷാർജയിൽ തന്നെയാണ്. ദേ സീം ടു ബി ഇൻ എ സ്പോട്ട് ഓഫ് ബോദർ അറ്റ് സ്റ്റേജ് ഫോർ ഷുവർ. അവരുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷാർജയിലേക്ക് തിരിച്ചെത്തുന്നു എഗൻസ്റ്റ് ഡൽഹി ക്യാപിറ്റൽസ്. ഇനി പ്ലേയിങ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വെർ സക്സസ്ഫുൾ. കാരണം RRന്റെ ഇപ്പോൾ ചേസിങ്ങിലാണെങ്കിലും സ്കോർ ഡിഫെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും രണ്ട് രീതിയിലും ഷാർജയിൽ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഷാർജയിൽ ആരെക്കാൾ കൂടുതൽ എക്സ്പോഷർ ഇവർക്കുണ്ട്. അത്ര ഈസി ട്രാക്ക് അല്ല. അതുമല്ല എഗൻസ്റ്റ് ക്യാപിറ്റൽസ് ആണ്. ഒത്തിരിയധികം ഹിറ്റേഴ്സും അതുപോലെ തന്നെ നല്ല ബൗളിംഗ് ഓപ്ഷൻസും ഉള്ള ഒരു ടീമാണ് ക്യാപിറ്റൽസ്. എനിവേ, ദ യങ് ടൈം ഹാസ് ബീൻ ഫിനോമിനൽ ഇൻ ദിസ് സീസൺ. 5 ഗെയിമിൽ നിന്ന് 4 വിന്നാണ്. ഈവൻ അവരുടെ ലാസ്റ്റ് എൻകൗണ്ടറിൽ വളരെയധികം ബിഗ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് എടുത്തിരിക്കുന്നത് RCB ആയിട്ട്. ദേ ആർ കോൺഫിഡൻറ്റ്. ദേ ആർ എ കോൺഫിഡൻറ്റ് സൈഡ്. ബാറ്റിംഗിലാണെങ്കിലും ബൗളിംഗിലാണെങ്കിലും ഫീൽഡിംഗിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഒരു കോൺഫിഡൻറ്റ് ടീമാണ്. പിച്ച് ഓപ്പണിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട് ബെൽറ്റർ ഓഫ് ട്രാക്ക്. ബാറ്റിംഗ് പിച്ചാണ്. സ്കോർസ് മുംബൈയുടെ മാച്ച് ആണെങ്കിലും സൺറൈസേഴ്സിന്റെ രണ്ട് തമ്മിൽ കളിച്ചൊരു മാച്ച് ആണെങ്കിലും അത്രയധികം ഹൈ ആയിട്ട് പോയിട്ടില്ല. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് ട്രാക്ക്. ബൗളേഴ്സിന് യോർക്കർ ലെങ്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ബൗൺസസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പോസിഷനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഗുഡ് ലെങ്ത് ബോൾ ഓൺ ദ സ്ലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ബൈ. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറഞ്ഞാൽ 219 ആണ്. വേറൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. റെക്കോർഡ് ഓഫ് ചേസിംഗ് ടീംസ് എന്ന് പറഞ്ഞാൽ 1 ജയിച്ചിട്ടുണ്ട്, ബാക്കി 3 തോറ്റിട്ടുണ്ട്. ചേസിന്റെ കാര്യത്തിൽ ഒരു അല്പം ഫ്ലോപ്പാണ്. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം 200-220 റണ്ണൊക്കെയാണ് പോകുന്നത്. ഇനി ഈ വോൺ ചെയ്ത മാച്ചും RRന്റെ തന്നെയാണ്. അവരാണ് ഹയസ്റ്റ് റൺ ചേസ് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ. ഇന്ന് ന്യൂസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻ സ്റ്റോക്സ് ലാസ്റ്റ് ബിറ്റ് ഓഫ് മാൻഡേറ്ററി 6 ഡേ ക്വാറന്റൈനിലാണ്. ന്യൂസിലാൻഡിന് സൺഡേ ആണ് തിരിച്ചെത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ചിലും അവൈലബിൾ അല്ല ക്വാറന്റൈൻ റൂൾസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ.
ഇനി റോയൽസിന്റെ 7th ലീഗ് ഫിക്ചറിൽ ഒക്ടോബർ 11-ന് സൺറൈസേഴ്സിനെതിരെയുള്ള മാച്ചിലായിരിക്കാം പുള്ളി ഫസ്റ്റ് അപ്പിയർ ചെയ്യാൻ പോകുന്നത്. ഇനി ക്യാപിറ്റൽസ് ഒരു റീപ്ലേസ്മെന്റിനും ഇതുവരെയും കൊടുത്തിട്ടില്ല അമിത് മിശ്രയ്ക്ക്. അപ്പോൾ അവരുടെ സ്ക്വാഡ് ഡെപ്ത് അനുസരിച്ചിട്ട് അവർക്ക് ഒരു റീപ്ലേസ്മെന്റ് ആവശ്യമില്ല. കാരണം അക്ഷർ പട്ടേൽ ഡെലിവർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സ്പെൽസ് എല്ലാം. അശ്വിന് ഒരു ഡിസ്കംഫർട്ടും കാണിക്കുന്നുമില്ല ആഫ്റ്റർ ദാറ്റ് നിഗിൾ. സോ എക്സ്പെക്ട് അമിത് മിശ്രയ്ക്ക് പകരം ഇപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് ആവശ്യം ശരിക്കും പറഞ്ഞാൽ ടീമിനില്ല. ഇനി ടോം കുറാന്റെ 5 ഔട്ടിങ്ങിന് ഫെച്ച് ചെയ്തിരിക്കുന്ന കൂടെ ഉള്ളത് 3 വിക്കറ്റാണ്. ഹൈ എക്കണോമി റേറ്റ് 11.3 ആണ്. സോ ഡേവിഡ് മില്ലർ ഈ കളിയിൽ കളിക്കുമോ സ്റ്റോക്സിന് മുന്നേ ആയിട്ട് ഒരു മാച്ചെങ്കിലും, അതാണ് നമുക്ക് അറിയേണ്ടത്. സോ മില്ലർ വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പിന് ഒത്തിരിയധികം കോൺഫിഡൻസ് ആവും. ഓൾറെഡി ഷോർട്ട് ഓഫ് കോൺഫിഡൻസ് ആണ് ടീം. സോ ഇത് ആദ്യത്തെ 2 മാച്ചിൽ ഹൈ ഓഫ് കോൺഫിഡൻസ് ആയിരുന്നു, ഇപ്പോഴത്തെ ലോ ഓഫ് കോൺഫിഡൻസ് ആണ്. കൂടെ അവിടെ ഒരു കോൺഫിഡൻസ് മാറ്റർ എന്ന് പറഞ്ഞാൽ അവർ ഷാർജയിൽ തിരിച്ചു എന്നുള്ളതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് മില്ലർ ആണ് കളിക്കുന്നുണ്ടെങ്കിൽ ഒരു പേസ് ബൗളിംഗ് ഓപ്ഷൻ പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോട്ട് ഓഫ് ഓവേഴ്സ് സ്പിന്നേഴ്സിന്റെ കയ്യിലായിരിക്കും. മൈപാൽ റോംറോഡ്, രാഹുൽ തെവാത്തിയ. പക്ഷെ അത് വലിയൊരു റിസ്ക് ആണ് സ്പിന്നേഴ്സിന് ഈ ഒരു പിച്ചിൽ എറിയിക്കാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ആണ്. സോ ഇറ്റ്സ് എ ബിഗ് കോൾ, ഇറ്റ്സ് എ ട്രിക്കി സിറ്റുവേഷൻ. ടോം കുറാൻ വേണോ ഡേവിഡ് മില്ലർ വേണോ എന്നുള്ളത്. സ്ട്രാറ്റജിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റോയൽസ് ഓപ്പൺ ചെയ്യേണ്ടത് ജോഫ്ര ആർച്ചറിനെയും ശ്രേയസ് ഗോപാലിനെയും വെച്ചിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വി ഷോയ്ക്ക് പേസ് ഓൺ ദ ബോൾ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് ശിഖർ ധവനും, ഹു ഹാസ് സ്ട്രഗിൾ ടു ഗെറ്റ് ഓഫ് ബ്ലോക്സ് ക്വിക്ലി. അപ്പോൾ ഗോപാലിന്റെ ആ ഒരു പേസ് ഓഫ് എസ്പെഷ്യലി അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഇന്നിങ്സ്, ഷോ ഹാസ് ബീൻ ഔട്ട് ടു ദ ലെഗ് സ്പിന്നർ ട്വൈസ് ഇൻ 14 ബോൾസ് ഹി ഹാസ് ഫേസ് ഫ്രം ഹിറ്റ് ടിൽ ഡേറ്റ്. 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് ഗോപാലിന്റെ കൂടെ. അതുപോലെ ജോഫ്ര ആർച്ചർ ഓൺ ദ അതർ എൻഡ് ഹാസ് ഹാസിൽ വിത്ത് ബാറ്റ്സ്മാൻ വിത്ത് പേസ് ഷോർട്ട് പിച്ച് ബോൾ. കാരണം ഷോ കഴിഞ്ഞ മാച്ചിലും ഔട്ടായത് ഷോർട്ട് പിച്ച് ബോളിലാണ് അഗൈൻസ്റ്റ് റോയൽ ചലഞ്ചേഴ്സ് മാച്ചിൽ. ഇനി റോയൽസും ഈ ഒരു ഫോം ആയിരിക്കും റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. കാരണം ഷോ ഹിറ്റ് ഓർ മിസ്സാണ്. ഹിറ്റ് ആയി കഴിഞ്ഞാൽ അന്യായ ഹിറ്റും ആയിരിക്കും. സോ ഷോ 11 പ്രാവശ്യമാണ് ഷോർട്ട് ബോളിൽ ഔട്ടായിരിക്കുന്നത് IPL ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നോർഷെ പ്രൈമർലി യൂസ് ചെയ്തിട്ടുണ്ട്. 50% ഓഫ് ദി ഓവേഴ്സും പവർ പ്ലേയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റവാഡെ ഹെൽഡ് ബാക്ക് ചെയ്തിട്ടുണ്ട് ഡെത്തിൽ. 50% ഓഫ് ദി ഓവേഴ്സും റവാഡെ എറിയുന്നത് ഡെത്തിലാണ്. കാരണം ഹീസ് എ വിക്കറ്റ് ടേക്കിംഗ് ബോളർ. നോർഷെയാണ് കൂടുതൽ പവർ പ്ലേയിൽ എറിയുന്നത്. കാരണം റവാഡയ്ക്ക് കൂടുതൽ വിക്കറ്റ് കിട്ടാനും നോർഷയ്ക്ക് കുറവ് വിക്കറ്റ് കിട്ടാനുള്ള റീസൺസ് അതുകൊണ്ടാണ്. ഇറ്റ് ഹാസ് വർക്ക് ടു പെർഫെക്ഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവർ പോകുന്നത്. ബട്ട് റോയൽസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഹെവി ആയിട്ടുള്ള ഒരു ടീമാണ്. സോ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവർ ഈ 2 പേരെയും ഒരുമിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാംസണ് ഷോർട്ട് പിച്ച് ബോൾ താല്പര്യമില്ല. കഴിഞ്ഞ മാച്ചിലും ബോൾട്ടിന്റെ ഷോർട്ട് പിച്ച് ബോൾ റഷ് ഓൺ ദ ഹൈലി ആയിട്ട് പെട്ടെന്ന് റഷ് ചെയ്തു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഔട്ടായത്. 140 km/h എന്നുള്ള രീതിയിൽ റബാഡയ്ക്ക് ഹൈ രീതിയിൽ തന്നെ ഷോർട്ട് പിച്ച് ബോൾ എറിയാൻ പറ്റും. സോ ഈവൻ സ്മിത്തിനാണെന്നുണ്ടെങ്കിലും ഗുഡ് ലെങ്ത് ഡെലിവറിയാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഷോർട്ട് പിച്ച് ഡെലിവറിയിൽ അത്ര അധികം ഓക്കെ അല്ല. സോ ക്യാപിറ്റൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീക്ക് ലിങ്ക്സ് ആണ് ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത്. സ്റ്റാറ്റ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ഷർ പട്ടേലിന്റെ എക്കണോമി 4.6 ആണ്. ബെസ്റ്റ് എമംഗ് ദ ബൗളേഴ്സ് ഹു ഹാസ് ഡെലിവേർഡ് അറ്റ്ലീസ്റ്റ് 10 ഓവേഴ്സ് ദിസ് സീസൺ. ബട്ട്ലർ 22 balls 67 ലാസ്റ്റ് ടൈം അവർ കളിച്ചു എഗൻസ്റ്റ് ക്യാപിറ്റൽസ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഔട്ടിംഗ് ആസ് എൻ ഓപ്പണർ ഫോർ ദ ഫ്രാഞ്ചൈസി. He has averaged 53 at the top. അതിൽ 9 ഹാഫ് സെഞ്ചുറി ഉണ്ട് 18 ഇന്നിങ്സ് ആസ് എൻ ഓപ്പണർ. സോ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. കഴിഞ്ഞ മാച്ചിലും ബട്ട്ലർ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബാറ്റിംഗ് പിച്ചും കൂടെയാണ്, അതുകൊണ്ട് നോക്കുക. അൻകിത് രാജ്പൂട്ട് 100 വിക്കറ്റ്സ് ആവാനായിട്ട് ഒരൊറ്റ മാച്ചും കൂടെ മതി. ഇനി ക്യാപിറ്റൽ സ്പിന്നേഴ്സ് ഹാവ് കൺസിഡർഡ് ഓൺലി 14 ബൗണ്ടറീസ് സോ ഫാർ അറ്റ്ലീസ്റ്റ് എമംഗ് ഓൾ സ്പിൻ പാക്സ് ദിസ് സീസൺ. സോ ആ ഒരു കാര്യം ഈവൻ ഷാർജയിലാണെങ്കിലും അത്രയധികം ബൗണ്ടറീസ് പോയില്ല എന്നുള്ളത് DC എന്നുള്ളൊരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്ലസ് ആണ്. ലൈക്ലി 11ന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് പൃഥ്വി ഷോ, ശിഖർ ധവൻ, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഷിമ്രൻ ഹെട്ടിമോർ, മാർക്കസ് സ്റ്റോയിനിസ്, അക്ഷർ പട്ടേൽ, ജിതേന്ദ്ര അശ്വിൻ, ഹർഷ പട്ടേൽ, ആൻഡ്രിസ് നോർഷെ ആൻഡ് കാവിസ് റവാഡ. ഇനി രാജസ്ഥാൻ റോയൽസ് യശസ്വി ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, സ്റ്റീവൻ സ്മിത്ത്, മൈപാൽ റോംറോഡ്, രാഹുൽ തെവാത്തിയ, ടോം കുറാൻ, ഡേവിഡ് മില്ലർ, ശ്രേയസ് ഗോപാൽ, ജോഫ്ര ആർച്ചർ, കാർത്തിക് ത്യാഗി ആൻഡ് അൻകിത് രാജ്പൂട്ട്. അപ്പോൾ സ്ക്വാഡ് ഡീറ്റെയിലിന് മുന്നേ നമുക്ക് ടീമിന്റെ ഒരു കോമ്പറ്റീഷനിലേക്ക് പോവാം. വിക്കറ്റ് കീപ്പറിന്റെ സെക്ഷനിൽ 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3 പേരും വളരെയധികം വൈറ്റൽ ആയിട്ടുള്ള ഹിറ്റേഴ്സ് ആണ്. ജോസ് ബട്ട്ലർ ഓപ്പണിംഗ് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ ആണ്. സഞ്ജു സാംസൺ നമ്പർ 3 ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ ആണ്. ഋഷഭ് പന്ത് നമ്പർ 4 ആണെന്നുണ്ടെങ്കിലും ഹിറ്റിങ്ങിന് വേണ്ടി ഇറക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. കീപ്പിങ്ങിന്റെ പോയിന്റ്സ് കിട്ടും. സോ ഈ 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. SL ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി ഇവിടെ ശിഖർ ധവനെ ഞാൻ ഇട്ടിരിക്കുന്നത്. ശിഖർ ധവൻ
വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിഖർ ധവനെ റിസ്ക് എടുത്ത് മാറ്റാം, കുറച്ച് കൂടുതലായിട്ട് സ്റ്റീവൻ സ്മിത്ത് എടുക്കാം. പക്ഷേ ഓപ്പണറാണ് ശിഖർ ധവൻ, അപ്പോൾ എന്തായാലും ഒരല്പം അടിക്കാനും ചാൻസ് ഉണ്ട്. സോ ശിഖർ ധവനെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യറും അതേ രീതിയിൽ നമ്പർ 3 ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യറിനെ ബാക്ക് ചെയ്യുന്നു. സ്റ്റീവൻ സ്മിത്തിനെ ഞാൻ നേരത്തെയും പറയുന്നു, ശിഖർ ധവനെ മാറ്റി നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റീവൻ സ്മിത്തിനെ ഇടാം. ഇനി ഷിമ്രൻ ഹെട്ടിമറൊക്കെ GL പിക്കാണ്. ഇനി പൃഥ്വി ഷോ ഹിറ്റ് ഓർ മിസ് ആണെന്നുണ്ടെങ്കിലും ഒത്തിരിയധികം പോയിന്റ്സ് സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ പൃഥ്വി ഷോയെ നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല ഇൻ SL ടീം. യശസ്വി ജയ്സ്വാളിനെ ഞാൻ ഇവിടെ എടുത്തു, കാരണം യശസ്വി ജയ്സ്വാൾ ഓപ്പണറാണ്. ഷാർജ പിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറൊന്നും നോക്കണ്ട, ആദ്യമേ വിക്കറ്റ് പോകുന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. യശസ്വി ജയ്സ്വാൾ ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്കി ചോയ്സ് ആണ്, ബട്ട് ഓപ്പണർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓൾറൗണ്ടറിൽ ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തെവാത്തിയാണ്. നിങ്ങൾക്ക് സ്റ്റോയിനിക്സ് നല്ലൊരു ഓപ്ഷനാണ്, അക്ഷർ പട്ടേൽ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ അക്ഷർ പട്ടേൽ വിക്കറ്റ് എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ ഒരു ഷാർജ പിച്ചിൽ നമുക്ക് കൂടുതൽ വിക്കറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അക്ഷർ പട്ടേലിനെ എടുക്കുന്നില്ല. തെവാത്തി ഒരു പിഞ്ച് ഹിറ്റർ എന്നുള്ള റോളും കൂടെ യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഞാൻ തെവാത്തി എടുക്കുന്നത്. അതുപോലെ ഈക്വലായിട്ട് ഗുഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സ്റ്റോയിനിസ്. നിങ്ങൾക്ക് സ്റ്റോയിനിസിനെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോയിനിസിനെ എടുക്കുക, ക്രെഡിറ്റ് ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ. ഇനി മൈപാൽ റോംറോഡ് അതുപോലെ തന്നെ ഹിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനിൽ ഇറങ്ങുന്നതാണ്. പക്ഷേ തെവാത്തിയ ബൗളിംഗ് പ്ലസ് ബാറ്റിംഗ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ തെവാത്തി ഇടുന്നത്. ഇനി കാഗിസോ റബാഡ എന്തായാലും മസ്റ്റായിട്ട് കൺസിസ്റ്റന്റ്ലി വിക്കറ്റ് എടുക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് കാഗിസോ റബാഡ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെയുള്ളത് ജോഫ്ര ആർച്ചർ. അവരെ സംബന്ധിച്ചിടത്തോളം RRന്റെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ ആയിട്ട് എറിയുന്ന ഒരു ബൗളറാണ് ജോഫ്ര ആർച്ചർ. സോ ജോഫ്ര ആർച്ചറിനെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നോർഷെ പവർ പ്ലേയിൽ നല്ല രീതിയിൽ എറിയുന്ന ഒരു ബൗളറാണ്, ഡെത്തിലും എറിയും. ആൻഡ്രിസ് നോർഷെ ഞാൻ ഇവിടെ ഇടുന്നു. ഒത്തിരിയധികം വേറെ ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് അതെല്ലാം ഡിഫറൻഷ്യൽ ചോയ്സ് ആയിട്ട് മാത്രമേ നിങ്ങൾ ഇട്ടാൽ മതി. കാരണം ടോം കുറൻ ഡിഫറൻഷ്യൽ ചോയ്സ് ആണ്, ശ്രേയസ് ഗോപാൽ, കാർത്തിക് ത്യാഗി, ഇത് ഒത്തിരിയധികം ബൗളേഴ്സ് ഉണ്ട്. ബട്ട് ഇവരൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ പിച്ചിൽ ഹിറ്റ് ആവാൻ പോകുന്നത് നോർമൽ ഇടുന്ന ബൗളേഴ്സിനെക്കാളും. കാരണം നമ്മൾ ഒരിക്കലും ഈ ഒരു പ്ലേയേഴ്സിനെ ഒന്നും ട്രൈ ചെയ്യാൻ പോകുന്നില്ല, കാരണം എക്സ്പീരിയൻസ്ഡ് അല്ലേ എന്നുള്ള രീതിയിൽ ഇടും. പക്ഷേ ലാസ്റ്റ് മാച്ചിൽ ഇതുപോലെ തന്നെ ഷാർജയിൽ ഹർഷദ് പട്ടേൽ എന്നുള്ളൊരു ബൗളറിനാണ് 2 വിക്കറ്റ് കിട്ടിയത്. കാർത്തിക് ത്യാഗി കഴിഞ്ഞ കളിയിൽ നല്ല രീതിയിൽ തന്നെ ബൗൾ ചെയ്ത് വിക്കറ്റ് കിട്ടി. ശ്രേയസ് ഗോപാൽ കഴിഞ്ഞ കളിയിൽ നല്ലപോലെ എറിഞ്ഞു, വിക്കറ്റ് കിട്ടി. സോ അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, കാഗിസോ റബാഡയൊക്കെ മാറ്റുന്നത് റിസ്ക് ആണ് ഇവൻ GL ആണെങ്കിൽ. ബട്ട് എനിവേ നിങ്ങൾ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഡിഫറൻഷ്യൽ എടുക്കേണ്ട അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഷാർജ പിച്ചിൽ. അത് നിങ്ങൾ നോക്കുക. സ്കോട്ട് ലീഗിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് പൃഥ്വി ഷോ. എഗെയിൻ ഹിറ്റ് ഓർ മിസ് ആണ്, നത്തിങ് മച്ച് ടു ടോക്ക് അബൌട്ട്. കാരണം പേഴ്സസിനെതിരെ ഇനിഷ്യലി കളിക്കാൻ നല്ലതാണ്, പക്ഷേ ഹി വിൽ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ലെഗ് സ്പിന്നേഴ്സ് ബിഗ് ടൈം. അതുപോലെ ഈ ഒരു പിച്ചിൽ സ്മിത്ത് ചിലപ്പോൾ ശ്രേയസിനെ കൊണ്ടുവരും, ശ്രേയസ് ഗോപാലിനെ ഇൻസൈഡ് പവർ പ്ലേ ടു ഹാവ് എ ഗോ വിത്ത് ഹിം. പിന്നെ ബൗൺസേഴ്സും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരല്പം നീരസം ഉണ്ട് പൃഥ്വി ഷോയ്ക്ക് കളിക്കാനായിട്ട്. സോ ജോഫ്ര ആർച്ചറിനെയും ഇനീഷ്യലി യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബൗൺസേഴ്സുമായിട്ട്. സോ ഒത്തിരിയധികം വീക്ക്നെസ് ഉണ്ട്, നല്ലൊരു പ്ലെയറാണ്, ബട്ട് ഒത്തിരിയധികം വീക്ക്നെസ് ഉണ്ട്. GL ക്യാപ്റ്റനായിട്ട് ട്രൈ ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഇൻ 1 ടീം. ശിഖർ ധവൻ ഇപ്പോഴും കൺവേർട്ട് ചെയ്യുന്നില്ല നല്ലൊരു സ്റ്റാർട്ടിന്. ആൾസോ ദ പവർ ടു ക്ലിയർ ദ ഫെൻസ് ഈസ് മിസ്സിംഗ്. ലാസ്റ്റ് മാച്ച് ആണെങ്കിൽ ഞാൻ കണ്ടതാണ്, പക്ഷേ ഷാർജ പിച്ച് അത്രയധികം നീളമുള്ള ഒരു പിച്ചല്ല, അതുകൊണ്ട് തന്നെ ഹി വിൽ ഫാൻസി ഹിസ് ചാൻസസ് അഗൈൻസ്റ്റ് എ സ്മോൾ ഗ്രൗണ്ട് ആൻഡ് എ ഫ്ലാറ്റ് ഡെക്ക്. സോ GL 2 to 3 ടീംസ് എങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക ആസ് ക്യാപ്റ്റൻ. പൃഥ്വി ഷോ ഫ്ലോപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോവാം, ഇന്ന് ബെയർസ്റ്റോ വാർണർ എന്നുള്ളൊരു കോമ്പിനേഷൻ പോലെ. ശ്രേയസ് അയ്യർ നല്ലൊരു പ്ലെയർ ആണ്, നമ്പർ 3 ഇറങ്ങുന്നത്. ലാസ്റ്റ് മാച്ച് ഫ്ലോപ്പ് ആയി, പക്ഷേ ഈ ഒരു പിച്ചിൽ നല്ല രീതിയിൽ തന്നെ ഒരിക്കൽ ബാറ്റ് ചെയ്തായിരുന്നു. സോ നമ്പർ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സേഫ് ചോയ്സ് ആണ്. ഋഷഭ് പന്ത് ടൈപ്പ് ഓഫ് ഇന്നിങ്സ് ഇതുവരെയും വന്നിട്ടില്ല. പന്ത് ടൈപ്പ് ഓഫ് ഇന്നിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, സെഞ്ചുറി അടക്കം അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. ബട്ട് നിങ്ങൾ ഈ ഒരു ഫാക്ടർ കൂടെ നോക്കുക, കാരണം ഇന്ത്യൻ ടീമിൽ കയറാൻ വേണ്ടി 2 വിക്കറ്റ് കീപ്പേഴ്സ് ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്, ദാറ്റ് ഈസ് പന്ത് ആൻഡ് സാംസൺ. അവർ ഇഞ്ച് പോരാട്ടമാണ്, അവർ ഒരുമിച്ച് ഫേസിങ് ഈച്ച് അതർ. സോ ദിസ് ക്ലാഷ് വർക്ക്സ് ഇൻ ഹിസ് ഫേവർ. ഹു നോസ്, മസ്റ്റ് ട്രൈ GL ക്യാപ്റ്റൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഒരു ചെറിയൊരു ഈഗോ ക്ലാഷിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് സ്മെല്ലടിക്കുന്നില്ല, എനിക്കും തോന്നി. ഷിമ്രൻ ഹെട്ടിമർ നമ്പർ 5 ആണ് ഇൻ ദിസ് ഡെക്കിൽ ഇറങ്ങാൻ പോകുന്നത്. സോ ഇൻ ദിസ് ഡെക്ക് നമ്പർ 5 യാതൊരു പ്രയോജനവും ഇല്ല, ഒരു റിവാർഡും ഇല്ല, അൺലെസ് ഈസ് പ്രൊമോട്ടഡ് നമ്പർ 3 ഓർ നമ്പർ 4. അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് 4 കൊളാപ്സ്. ഈ 2 സിനാരിയോ ഇല്ലാന്നുണ്ടെങ്കിൽ റെയർ കേസാണ് ടോപ്പ് 4 കൊളാപ്സ് എന്ന ഈ ഒരു പിച്ചിൽ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീസ് എ ഷുവർ ഷോട്ട് GL ക്യാപ്റ്റൻ, ജസ്റ്റ് ലൈക്ക് നിക്കോളാസ് പൂറാൻ. ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഹിറ്ററാണ്. മാർക്കസ് സ്റ്റോയിനിസ് എപ്പോൾ വേണോ പ്രൊമോട്ട് ചെയ്യാം ഹിറ്റിങ്ങിന് വേണ്ടിയിട്ട്, കാരണം ഈ ഒരു പിച്ചിൽ ഹിറ്റിംഗ് എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ ചേസിങ് സമയത്ത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും, കാരണം ചേസിങ് സമയത്ത് എല്ലാവർക്കും അറിയാം 3 to 4 വിക്കറ്റ്സ് ഒക്കെ ഇടയിൽ പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ 5 നമ്പർ 6 ഒക്കെ ബെനിഫിഷ്യൽ ആയിരിക്കും. ചേസിങ് സമയത്ത് ഇങ്ങനത്തെ പ്ലെയേഴ്സ് എല്ലാം ബെനിഫിഷ്യൽ ആയിരിക്കും, അത് നിങ്ങൾ നോക്കുക. സെക്കൻഡ് ഇന്നിങ്സിൽ, ഫസ്റ്റ് ഇന്നിങ്സിൽ നമുക്ക് ഇവരൊന്നും അധികം ബെനിഫിഷ്യൽ ആവത്തില്ല, അതർ ദാൻ പിഞ്ച് ഹിറ്റിംഗ്.
അക്സർ പട്ടേൽ ഈ ഒരു ട്രാക്കിൽ വലിയധികം ബെനിഫിഷ്യൽ ഉണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷേ ഹി നീഡ്സ് ടു ബൗൾ സ്മാർട്ട് ഹിയർ ടു ഗെറ്റ് നോട്ട് ടു ഗെറ്റ് ഹിറ്റ് ഓർ ടു ടേക്ക് വിക്കറ്റ്സ്. അശ്വിന് ഈ ഒരു പിച്ചിൽ എക്സ്പെൻസീവ് ആയിരുന്നു. ദ അതർ ഡേ 2 ഓവർ മാത്രമാണ് എറിഞ്ഞത്. അതും ഇഞ്ചുറി കഴിഞ്ഞ് വന്ന ഒരു മാച്ചും കൂടെയാണ്. സോ എന്തെങ്കിലും സംതിങ് എക്സ്ട്രോർഡിനറി ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ബെനിഫിഷ്യൽ ഉള്ളൂ. സോ GL ചോയ്സ്. ഹർഷ പട്ടേൽ 2 ലക്കി വിക്കറ്റ്സ് കിട്ടി. കാരണം ബാറ്റ്സ്മാൻ എല്ലാവരും അടിക്കാൻ നോക്കുന്നതുകൊണ്ട് എന്തായാലും ഇത്തരം പ്ലെയേഴ്സ്, അതായത് അടിക്കാം, ഈ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ അടിക്കാം എന്ന് വിചാരിക്കുന്ന പ്ലെയേഴ്സിലായിരിക്കും കൂടുതൽ വിക്കറ്റ് കിട്ടാൻ പോകുന്നത്. സോ അങ്ങനെയുള്ളവർ നോക്കുക, സ്ട്രൈക്ക് ബൗളേഴ്സിനേക്കാൾ കൂടുതൽ. സോ ബൗളേഴ്സ് ലൈക്ക് ഹിം വിൽ ബി എ ഡിഫറൻഷ്യൽ പിക്ക്. ആൻഡ്രിസ് നോർഷെ ബെസ്റ്റ് ബൗളർ ആയിരുന്നു സെയിം പിച്ചിൽ ഷാർജയിൽ ദ അതർ ഡേ. ബട്ട് മേ ബി ദ സ്കോർ പ്രഷർ ആയിരിക്കാം ദാറ്റ് ഗോട്ട് ദ ബെറ്റർ ഓഫ് ദ അതർ ടീം. എനിവേ സേഫ് ചോയ്സ് ആണ്. ഈവൻ റബാഡ് ഓൾസോ ദ സെയിം തിങ്. ബിറ്റ് ഇൻഡിഫറൻ്റ് ആയിരുന്നു ഷാർജയിൽ കളിച്ചപ്പോൾ. പക്ഷേ കഴിഞ്ഞ മാച്ചിൽ കംബാക്ക് സ്ട്രോങ്ലി. ബട്ട് ഈ ഒരു പിച്ചിൽ പേസേഴ്സിന് വേണ്ടി ഒന്നും തന്നെ ഇല്ല. പേസേഴ്സ് നല്ല ബൗളേഴ്സിന് വേണ്ടി ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഹി വിൽ ട്രൈ ടു ഡു ബൗൺസേഴ്സ് ഓർ യോക്കേഴ്സ് റാദർ ദാൻ ഗോയിങ് ഫോർ സ്ട്രൈക്ക് ഡെലിവറീസ്. ബട്ട് കാഗിയോസ് റബാഡയ്ക്ക് അറ്റ് ദ എൻഡ് 4-5 വിക്കറ്റ്സ് കിട്ടുന്നതിന് റീസൺ ആൻഡ്രിസ് നോർഷയെ കൂടുതൽ കണ്ടെയ്ൻ ചെയ്യാൻ, അല്ലെങ്കിൽ 3 പവർ പ്ലേയിൽ യൂസ് ചെയ്യാനും, അല്ലെങ്കിൽ റബാഡയെ ഏറ്റവും കൂടുതൽ എൻഡിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ചേസ് ചെയ്യുന്ന ടീം എപ്പോഴും അടിക്കാൻ നോക്കുന്ന റബാഡ ആയിരിക്കും. സോ അങ്ങനെയായിരിക്കും റബാഡയ്ക്ക് കൂടുതൽ വിക്കറ്റ്സ് കിട്ടുന്നത്. സോ നോർഷയ്ക്ക് വിക്കറ്റ് കിട്ടത്തില്ല എന്നുള്ളതല്ല, ബട്ട് റബാഡയെ പോലെ 3-4 വിക്കറ്റ്സ് കിട്ടാറില്ല നോർഷയ്ക്ക്. പേഴ്സണൽ സജഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി ഫസ്റ്റ് ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ് ടോട്ടൽ അബൌട്ട് 200+ ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ടഫ് ഫോർ ദ ഒപ്പോണൻസ് ആസ് ഡൽഹി ഹാവ് എ ഗുഡ് ബൗളിംഗ് യൂണിറ്റ്. എല്ലാവർക്കും അറിയാം, ഇൻ ദ ഫോം ഓഫ് കാഗിയോസ് റബാഡ, നോർഷെ, ഒത്തിരിയധികം പ്ലേയേഴ്സ് ഉണ്ട് ബൗളിങ്ങിൽ. സോ ഡൽഹി ബൗളിംഗ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ദ ഒപ്പോണൻസ് വിൽ ടേക്ക് എ ചാൻസ് ഇൻ ദ ഫോം ഓഫ് ബട്ട്ലർ, കുറേ പേരുണ്ടല്ലോ. സോ ഇറ്റ്സ് എ വൈസ് കേസ്. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനായിരിക്കും എപ്പോഴും അഡ്വാൻറ്റേജ് 200+ സ്കോർ ചെയ്യാൻ വേണ്ടി. കാരണം ഇതുവരെയും ചേസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ ടീം മാത്രമേ ജയിച്ചിട്ടുള്ളൂ, അത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. ബട്ട് ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് 200+ ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇങ്ങനെ ഒരു ബൗളിംഗ് സ്ട്രെങ്ത് ഉള്ളപ്പോൾ. രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, കാരണം ഒരു ചാൻസും കൂടെ കിട്ടാനായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പിച്ച് ഐഡിയലി ഹി വിൽ ഹെൽപ്പ് ഹിം ടു ഷോക്കേസ് ഹിസ് ഹിറ്റിംഗ് ടാലൻസ്. ഒരു കളിയിൽ കളിച്ചിട്ടുണ്ട്, ബട്ട് ഫ്ലോപ്പ് ആയിരുന്നു. ബട്ട് എനിവേ ചാൻസ് കൊടുക്കണം യശസ്വി ജയ്സ്വാളിനെ പോലത്തെ പ്ലേയേഴ്സിന്. മേ ബി ഒരു മാച്ചൊക്കെ ഫ്ലോപ്പ് ആവാം, ബട്ട് എനിവേ ഹീസ് എ ഷുവർ ഷോട്ട് GL പിക്ക്. അറ്റ്ലീസ്റ്റ് ഇനി ഒരു ടീം നിങ്ങൾ മാർക്ക് ചെയ്യുക. കാരണം യശസ്വി ജയ്സ്വാൾ അണ്ടർ-19 ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ഇഷ്യൂ തന്നെ ആയിരിക്കാം. എനിവേ ഈസ് ഗെറ്റിംഗ് ലോട്ട് ഓഫ് ടിപ്പ് ഫ്രം സോ മെനി പ്ലേയേഴ്സ്. അതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാളിന് ഒരു ടീമിലേക്ക് നിങ്ങൾ GL പിക്ക് ആയിട്ട് ട്രൈ ചെയ്യുക. ജോസ് ബട്ട്ലർ ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ദ അതർ ഡേ ഓൾ ദ അതർ ബാറ്റേഴ്സ് ഫ്ലോപ്പ്, പക്ഷേ ഹീ ഈസ് എ ലോൺ വാരിയർ. അപ്പോൾ ഈ ഒരു ബാറ്റിംഗ് പാരഡൈസിൽ ഹീ ഈസ് വെയിറ്റിംഗ് ടു ഷോ ക്ലാസ്, മേ ബി എ 100, ഹൂ നോസ്. കാരണം ബട്ട്ലർ ഫോമിലാണെന്നുണ്ടെങ്കിൽ 100 വരെ പോകാൻ ചാൻസ് ഉള്ള പ്ലെയർ ആണ്. സോ സേഫ് ചോയ്സ് എനിവേ. സഞ്ജു സാംസൺ 2 ബിഗ് സ്കോർസ് ഈ ഒരു സെയിം ഗ്രൗണ്ടിലാണ് കിട്ടിയത്. ഇനി ആ ഒരു സെയിം പ്ലേസിലേക്ക് തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ആഫ്റ്റർ ഗെറ്റിംഗ് ഫ്ലോപ്പ് ഇൻ 3 മാച്ചസ്. ലിറ്ററലി ഹീസ് ഓൾസോ എഗൻസ്റ്റ് പന്ത്, നേരത്തെ വൈസ് വേഴ്സ് ആ ഒരു ടൈപ്പ് തന്നെ. സോ GL ക്യാപ്റ്റൻ ഷുവറായിട്ട് ഇടുക. കാരണം സഞ്ജു സാംസൺ 3 അടുപ്പിച്ച് ഫ്ലോപ്പ് ആയിരുന്നു. സോ സഞ്ജു സാംസനെ നിങ്ങൾ ക്യാപ്റ്റനായിട്ട് വെക്കുക. സ്റ്റീവൻ സ്മിത്ത് ആദ്യത്തെ 3 പേര്, അതായത് യശസ്വി ജയ്സ്വാൾ, ബട്ട്ലർ, സാംസൺ, ഈ 3 പേരും ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നത്തിങ് മച്ച് ടു ഡു ഫോർ സ്മിത്ത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടോപ്പ് 3 എപ്പോഴും പോലെ തന്നെ ഫ്ലോപ്പോ അല്ലെങ്കിൽ 1-2 വിക്കറ്റ്സ് അടുപ്പിച്ച് പോകുക എന്നുള്ളൊരു സിനാരിയോയിൽ മാത്രമേ സ്റ്റീവൻ സ്മിത്തിന് ക്യാപ്റ്റൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം ഒരു VC. ഇപ്പോൾ ഒരു കാരണം സഞ്ജുവിനെ പോലെ തന്നെ 3 മാച്ച് സ്ട്രേറ്റ് ഇന്നിങ്സിൽ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ ഇഫ് ഗെറ്റ്സ് എ ചാൻസ് ഹി വിൽ ഡു ഫോർ ഷുവർ. മൈപാൽ റോംറോഡ് അതുപോലെ തന്നെ 3 to 4 ഫ്ലോപ്പ് ആവണമെങ്കിൽ മാത്രമേ യൂസ് ഉള്ളൂ, ജസ്റ്റ് ലൈക്ക് ഇൻ ദുബായ്. കാരണം നല്ലൊരു ഇന്നിങ്സ് അന്ന് കളിച്ചായിരുന്നു, അത് ദുബായ് അബുദാബിയിലായിരുന്നു. സോ ഹി വിൽ ബി എ ഗുഡ് ചോയ്സ്. അതർ ദാൻ ദാറ്റ് പിഞ്ച് ഹിറ്റിംഗ് റോളിലായിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്. മേ ബി ഫോർ സം ഷോർട്ട് ബൗളിംഗ് ഓൾസോ, കുറച്ച് പാർട്ട് ടൈം ബൗളിംഗ്. അപ്പോൾ എന്തായാലും ഒരു GL പിക്ക് മാത്രമാണ് നോർമൽ ചോയ്സ്. രാഹുൽ തെവാദ്യ ഈ ഒരു പിച്ചിലായിരുന്നു സ്റ്റാർ ആയത്. സോ ഈ ഒരു പിച്ചിലേക്ക് തന്നെ വീണ്ടും സ്റ്റാർ ആവാൻ വേണ്ടിയായിരിക്കും തിരിച്ചെത്താൻ പോകുന്നത്. GL നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കാരണം ഡിഫറൻഷ്യൽ ആയിരിക്കും, പൊതുവെ ബൗളിങ്ങും കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ ആയിരിക്കും. ടോം കുറാൻ ഓർ ഡേവിഡ് മില്ലർ, ഇറ്റ്സ് എ 50-50 കോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേവിഡ് മില്ലർ വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് സ്ട്രെങ്ത് കൂടും. ടോം കുറാൻ അതുപോലെ തന്നെ എൻഡിൽ റൺസ് എടുക്കാനും വിക്കറ്റ്സ് എടുക്കാനും കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ഡേവിഡ് മില്ലർ ഈസ് എ പ്രൂവൺ ബാറ്റ്സ്മാൻ. സോ ഇറ്റ്സ് എ ട്രിക്കി കോൾ. ഇപ്പോൾ നിങ്ങൾ ബാറ്റിംഗ് സ്ട്രെങ്ത് ആക്കാനാണോ അതുപോലെ തന്നെ ബൗളിങ്ങിന് കുറച്ചും കൂടെ പുഷ് കൊടുക്കാനാണോ എന്നുള്ളത് ആ ടീം മാനേജ്മെന്റ് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് അങ്ങനെ ഒരു അറ്റാക്ക് ഇല്ല, ഹോൾ ബാക്ക് അങ്ങനെ ഒരു റൺ. ഇപ്പം ടോം കുറാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പേസ് അറ്റാക്ക് ഇല്ല.
സോ ഖുറാൻ ഇസ് എ ഡെഫിനറ്റ്ലി GL ട്രൈ. ഇപ്പം മില്ലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ചേസിങ് സമയത്ത്, കാരണം ചേസിങ് സമയത്താണ് 2 to 3 വിക്കറ്റ്സ് ക്യുക്കായിട്ട് പോകുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തെവാത്തിക്ക് മുകളിൽ ഡേവിഡ് മില്ലർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഹിറ്റിങ്ങിന് വേണ്ടിയിട്ട്. സോ ആ ഒരു കാര്യത്തിൽ പുള്ളി എസെൻഷ്യൽ ആയിരിക്കും. ശ്രേയസ് ഗോപാൽ ലാസ്റ്റ് മാച്ചിൽ ഹി വാസ് മൈ ഡിഫറൻഷ്യൽ പിക്ക് ആൻഡ് റീപെയ്ഡ് വിത്ത് വിക്കറ്റ്സ്. അപ്പോൾ ഇവിടെ മുന്നേ കളിച്ച മാച്ചിൽ എക്സ്പെൻസീവ് ആയിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷേ ലാസ്റ്റ് മാച്ചിലുള്ള വിക്കറ്റ്സ് ഒരല്പം കോൺഫിഡൻസ് വരുന്നുണ്ട്. പക്ഷേ ദിസ് മാച്ച് ഇസ് നോട്ട് ഫോർ ബൗളേഴ്സ്, അതുകൊണ്ട് തന്നെ GL പ്യൂറായിട്ട് ട്രൈ ചെയ്യുക, അല്ലാണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകരുത്. ജോഫ്ര ആർച്ചർ ക്രൂഷ്യൽ ആയിരിക്കും വിത്ത് ഷോർട്ട് ബോൾസ്, എസ്പെഷ്യലി അഗൻസ്റ്റ് പൃഥ്വി ഷോ. ഹി ക്യാൻ ഗെറ്റ് വിക്കറ്റ്സ്. പിന്നെ ലേറ്റ് ഹിറ്റിംഗ് ആണെങ്കിൽ യൂസ് ചെയ്യാം. സോ വിക്കറ്റ്സ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ലേറ്റ് ഹിറ്റിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ജോഫ്ര ആർച്ചറിനെ ട്രൈ ചെയ്യാം. കാർത്തിക് ത്യാഗി ഈസ് എ ടഫ് യങ്സ്റ്റർ. ഒത്തിരി അധികം ഹിറ്റിംഗ് പോയാൽ തന്നെ ഈസ് എ ബിഗ് ക്യാരക്ടർ. അതായത് ബൗൾ ചെയ്യും വിത്ത് പേസ്, ഷോർട്ട് പിച്ച് ബോൾ, അതൊക്കെയാണ് കൂടുതൽ ഇൻവോക്ക് ചെയ്യാൻ പോകുന്നത്. മേ ബി ജോഫ്ര ആർച്ചറിനെക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ത്യാഗിയെ ട്രൈ ചെയ്യാം. കാരണം ജോഫ്ര ആർച്ചർ ഇങ്ങനെ ഒരു ഷോർട്ട് പിച്ച് ബോൾ ട്രൈ ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാർത്തിക് ത്യാഗിയെ ട്രൈ ചെയ്യാം. കാരണം കാർത്തിക് ത്യാഗിക്ക് നല്ല രീതിയിൽ ഷോർട്ട് പിച്ച് ബോൾ അറിയാനായിട്ട് പറ്റും. സോ ഇറ്റ് വോണ്ട് ബി എ സർപ്രൈസ് ഇഫ് ഈസ് ഗെറ്റ് 1 to 2 വിക്കറ്റ്സ്. അൻകിത് രാജ്പൂട്ട് നല്ലൊരു പിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിഷ്യലി സ്വിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ബി എ ഗുഡ് പിക്ക് ഏർലി ഓൺ. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ GL-ആണെങ്കിലും ട്രൈ ചെയ്യുന്നത് വേസ്റ്റ് ആവും. സോ നിങ്ങൾ ആലോചിച്ചും കണ്ട് തീരുമാനിക്കുക അങ്കിത് രാജ്പൂട്ടിനെ ഇടുന്നത്. GL പിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ധവാൻ ഹീസ് യെറ്റ് ടു ഫയർ വിത്ത് എ ബിഗ് ഇന്നിങ്സ്. ഓൾ ദ സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരു ബിഗ് നോക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. പവർ ഓൾസോ ഈസ് മിസ്സിംഗ്. മേ ബി ഹീൽ ഗെറ്റ് ബാക്ക് ടു ഹിസ് ഫോം. ട്രൈ ഹിം ഇൻ GL ആസ് ക്യാപ്റ്റൻ അറ്റ്ലീസ്റ്റ് ഇൻ 1 to 2 ടീംസ്. ജയ്സ്വാൾ അതുപോലെ തന്നെ യങ്സ്റ്റർ ആണ്, ലുക്കിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി ടു ഷോ ഹിസ് ക്ലാസ്. അതുപോലെ തന്നെ ധവാനെ പോലെ തന്നെ മസ്റ്റർ ആയിട്ടുള്ള ഒരു ഓപ്പണറാണ് GL ക്യാപ്റ്റൻ. ലോംറോർ പിഞ്ച് ഹിറ്റർ ആയിട്ട് ഡൗൺ ദ ഓർഡറിൽ മാത്രമായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇസ് എ നോർമൽ പിക്ക് ഇൻ GL. നോർഷെ ബിഗ് GL പിക്കാണ്, കാരണം ഈ സെയിം പിച്ചിൽ തന്നെ അടിയൊന്നും കൊള്ളാതെ, വലുതായിട്ട് അടിയൊന്നും കൊള്ളാണ്ട് തന്നെ 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇസ് എ ബിഗ് പിക്ക്. ഖുറാന് ഒരു ഡിഫറൻഷ്യൽ ചോയ്സ് ആയിരിക്കും, കാരണം അതർ ബൗളേഴ്സ് ഒത്തിരി അധികം റൺസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഖുറാൻ ഒരല്പം ചോയ്സ് ആയിരിക്കും. അതുപോലെ തന്നെ പുള്ളിയുടെ പൊസിഷനും കൂടെ ഒരല്പം ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഖുറാൻ ഒരു ഡിഫറൻഷ്യൽ പിക്കാണ്. ശ്രേയസ് ഗോപാൽ നോർമൽ ട്രൈ മാത്രമാണ് GL, കാരണം ഇത് ബൗളിങ്ങിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു പിച്ചല്ല. ഒരുപാട് പേര് ഷോട്ട് അടിക്കാൻ പോകുമ്പോൾ അങ്ങനെ വിക്കറ്റ് കിട്ടിയാലേ ഉള്ളൂ സർപ്രൈസ് വിക്കറ്റ്സ്. ത്യാഗി ഷോർട്ട് പിച്ച് ബോൾ വെച്ചിട്ട് ഹിസ് പേസ് വെച്ചിട്ട് വിക്കറ്റ് കിട്ടാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു പ്ലെയർ ആണ്. നിങ്ങൾ ഒരുപാട് ആർച്ചറിനെ ട്രൈ ചെയ്യുന്ന സമയത്ത് ത്യാഗിക്കും കൂടെ ഒരു അല്പം കൂടെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അശ്വിൻ ആസ് ലൈക്ക് അതർ ബൗളേഴ്സ് ഹിൽ ബി എക്സ്പെൻസീവ്, കാരണം ഇതൊരു ഷാർജ പിച്ചാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഹിൽ ഗെറ്റ് വിക്കറ്റ്സ് ഓൾസോ. പന്ത് ബിഗ് GL പിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സാംസൺ ഓൾസോ എ ബിഗ് GL പിക്ക്. രണ്ടുപേരും വൈസ് വേഴ്സ. അത് മേ ബി ഈഗോ കംപ്ലൈൻറ്റ് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. മേ ബി നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ടീമിൻ്റെ അകത്ത് തന്നെ. മേ ബി ഈ ഒരു ഈഗോ കാര്യങ്ങളുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേരും GL ട്രൈ ചെയ്യാം. ഇനി ഇതേ പിച്ചിൽ നടന്ന മാച്ചാണ് രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും. അതിൽ ഫസ്റ്റ് മാച്ചിൽ ജയ്സ്വാൾ ഫ്ലോപ്പായി, സ്മിത്തും സാംസണും കൂടെയാണ് നല്ല രീതിയിൽ തന്നെ കളിച്ചത്. ആസ് യൂഷ്വൽ 9 6 അടിച്ചു സാംസൺ. വിക്കറ്റ് എടുത്തിരിക്കുന്നത് സാം കുറാൻ, ചാഹർ, അങ്ങനെയാണ്. പിന്നെ ഓപ്പോസിഷനിൽ തന്നെ ആർക്കും അടിക്കാൻ പറ്റിയില്ല, ഡുപ്ലസിസ് മാത്രമാണ് അടിച്ചത്. ഇനി വിക്കറ്റിനെ കൊള്ളാൻ നോക്കുകയാണെങ്കിൽ തെവാത്തിയ ഒരു ഡിഫറൻഷ്യൽ പിക്കായിരുന്നു, 3 വിക്കറ്റ്. അതാണ് ഞാൻ പറഞ്ഞ ബിഗ് ഡിഫറൻഷ്യൽ പിക്കാണ്. പിന്നെ ഖുറാൻ 1 വിക്കറ്റ്, ഗോപാൽ 1 വിക്കറ്റ്, ആർച്ചർ 1 വിക്കറ്റ്. ഇനി അതിനുശേഷമുള്ള ഇവർ ചേസ് ചെയ്ത് ഒരു സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ തന്നെ കളിച്ചു. അഗർവാൾ സെഞ്ചുറി അടിച്ചു, രാഹുൽ 69. വിക്കറ്റിന്റെ കുളത്തിൽ രാജ്പൂട്ട് മാത്രമാണ് 1 വിക്കറ്റ് എടുത്തത്. അതും ഇനിഷ്യലി വിക്കറ്റ് എടുത്തിട്ടില്ല. ബട്ട് എനിവേ രാജ്പൂട്ടിന് 1 വിക്കറ്റ് കിട്ടി, അത് രാഹുലിൻ്റെയാണ്. അത് അടിക്കാൻ നോക്കുമ്പോൾ കിട്ടിയ വിക്കറ്റാണ്, ലക്കി വിക്കറ്റാണ്. ജസ്റ്റ് ലൈക്ക് ഖുറാനും അതുപോലെ തന്നെ അടിക്കാൻ കിട്ടിയ വിക്കറ്റ്. ബാക്കി എല്ലാ റണ്ണിന് പോയി. തെവാത്തിയ 19 റൺ, ഗോപാൽ 44, ആർച്ചർ 46. സോ ഇങ്ങനത്തെ ബൗളേഴ്സ് ഡിഫറൻഷ്യൽ ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നോർമലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മിത്ത് 50 എഗെയിൻ. ബട്ട്ലർ അന്ന് ഫ്ലോപ്പ് ആയിരുന്നു, ഫസ്റ്റ് മാച്ച് ആയിരുന്നു. സാംസൺ എഗെയിൻ 85, തെവാത്തിയ ഹീറോ. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പേസേഴ്സിന് 3 വിക്കറ്റ് കിട്ടി. പിന്നെ നീഷാമിന് സർപ്രൈസ് വിക്കറ്റ്, എഗെയിൻ ഒരുപാട് റൺസ് പോയി. മുരുകൻ അശ്വിൻ ഒരുപാട് റൺസ് പോയി, ബട്ട് 1 വിക്കറ്റ്. ക്വാർട്ടറിൽ ഒരുപാട് റൺസ് പോയി, ബട്ട് 1 വിക്കറ്റ്. ഒരുപാട് റൺസ് പോവും, വിക്കറ്റും കിട്ടും. അതാണ് ഈ ഒരു പിച്ചിന്റെ, പ്രത്യേകിച്ച് ചേസിംഗ് ടീമിന്റെ. ഇനി ഡൽഹി ക്യാപിറ്റൽസ് ലാസ്റ്റ് കളിച്ച മാച്ച് ആണെന്നുണ്ടെങ്കിലും ഷോ ഓപ്പൺ ചെയ്തു, നല്ലോണം റൺസ് കിട്ടി. ധവാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് പോയി. അയ്യർ നല്ലോണം കളിച്ചു, അയ്യർ ആയിരുന്നു ബെസ്റ്റ് പ്ലെയർ. പന്ത് ആസ് യൂഷ്വൽ വന്നു, ചെറിയ രീതിയിൽ പിഞ്ച് ഹിറ്റ് ചെയ്തു. വിക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ റസൽ 2 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 1 വിക്കറ്റ്, അതുപോലെ തന്നെ നഗർകോട്ടി 1 വിക്കറ്റ്.
പിന്നെ ഓപ്പോസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ ചെറിയൊരു സ്റ്റാർട്ട് കിട്ടി ആരും തന്നെ കളിച്ചില്ല. മോർഗൻ ലാസ്റ്റ് വന്ന് കുറേ നേരം ഹിറ്റ് ചെയ്തു. ത്രിപ്പത്തി അതുപോലെ തന്നെ അടിച്ചു. ത്രിപ്പത്തിയും മോർഗനും വന്ന സമയത്ത് റബാഡെ ആയിരുന്നു ഇറങ്ങിയിരുന്നത്. സോ റബാഡെ നല്ല രീതിയിൽ തന്നെ അടിച്ചു. 4 ഓവറിൽ 51 റൺ. ഇവാസ് ദ കോസ്റ്റ്ലിയസ്റ്റ് മാച്ച് ഇൻ ദ IPL ഫോർ റബാഡ. നോഷെ ആ സമയത്ത് ഡിഫറൻഷ്യലായിരുന്നു 3 വിക്കറ്റ്. ഹർഷൽ പട്ടേൽ അഗെയിൻ 2 വിക്കറ്റ്സ്. മിശ്ര 1 വിക്കറ്റ്. സ്റ്റോയിനിസ് 1 വിക്കറ്റ്. സോ സ്റ്റോയിനിസ്, ഹർഷൽ പട്ടേൽ, നോഷെ പോലത്തെ ബൗളേഴ്സ് ആയിരിക്കും കുറച്ചധികം ഡിഫറൻഷ്യലാവാൻ പോകുന്നത്. കാരണം എല്ലാവരും പോകുന്നത് റബാഡ അങ്ങനത്തെ സ്ട്രൈക്ക് ബോളേഴ്സിലോട്ടായിരിക്കും എല്ലാവരും പോകുന്നത്. സോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണരുത്. പോസിറ്റീവ് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസിറ്റീവ് പറയാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് പറയണ്ട. നെഗറ്റീവ് മാത്രം പറയാനായിട്ട് ആരും വരരുത് പ്ലീസ്. ഇപ്പം ഞാൻ GLൻ്റെ വലിയ ഉസ്താദെന്നോ എക്സ്പേർട്ടെന്നോ അല്ല പറയുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഞാനാണ് ഇവിടുത്തെ പെർഫെക്റ്റ്, ഞാനാണ് ഇവിടുത്തെ GL ടീം പ്രൊവൈഡർ, ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈവൻ ചാനലിലാണെന്നുണ്ടെങ്കിലും എനിക്ക് പറ്റുന്ന മിസ്റ്റേക്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്ലോപ്പ് കാര്യങ്ങളാണെങ്കിലും ഞാൻ പറയുന്നു. അങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഹൈഡ് ചെയ്യാൻ നല്ല രീതിയിൽ. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പിൽ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഒരു കാര്യങ്ങളും ഹൈഡ് ചെയ്യാറില്ല. ഞാൻ കളിക്കുന്നത്, ഞാൻ ഫെയിൽ ആവണമെങ്കിൽ, ഞാൻ ഫ്ലോപ്പ് ആവണമെങ്കിൽ ഒരു കാര്യം എടുത്ത് പറയും. കാരണം എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. എനിക്ക് നട്ടലുണ്ട്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.